الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ച് മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങളിൽ കഴിയുന്ന, ഹോസ്പിറ്റലുകളിലൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കുടുംബാദികൾക്കും സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി ജീവിതത്തിൽ ഖൈറിന്റെ വഴികൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, അവന്റെ പാരത്രിക വിജയത്തിനും ദുനിയാവിന്റെ വിജയത്തിനും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. ഈ നാവ് വലിയ പ്രശ്നക്കാരനാണ്. നാവ് കൊണ്ടാണ് നമുക്ക് അടി കിട്ടുന്നത്, ചവിട്ട് കിട്ടുന്നത്, കുത്തു കിട്ടുന്നത്, കൊലപ്പെടുന്നത്. ഇതൊക്കെ ദുനിയാവിന്റെ കാര്യത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആഖിറത്തിൽ നാവ് കൊണ്ട് തന്നെയാണ് നരകത്തിലും പ്രവേശിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ പ്രഭാതത്തിലും നമ്മുടെ കൈയും കാലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ചെന്ന് ഇങ്ങനെ പറയും. അത്രേ എന്താ പറയുന്നത്? നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീനാ, നമ്മുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനൊന്ന് സൂക്ഷിക്കണേ. ആരോടാ പറയുന്നത്? ചെറിയൊരു അവയവം, എല്ലുള്ള അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. കരുത്തുറ്റ എല്ലുള്ള ശക്തിയുള്ള അവയവം വേറെ നമുക്കുണ്ട്. പക്ഷെ ഈ കരുത്തുള്ള എല്ലുള്ള അവയവങ്ങൾ വരെയും ചെന്നിട്ട് എല്ലില്ലാത്ത ഈ ചെറിയ അവയവത്തിനോട് ചെന്ന് പറയും, ഇത്തഖില്ലാഹ ഫീനാ, നമ്മുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഒന്ന് സൂക്ഷിക്കണേ, അല്ലാഹുവിനെ ഒന്ന് സൂക്ഷിക്കണേ. നീ നന്നായാൽ ഞങ്ങൾ നന്നായി, നീ ദുഷിച്ചു പോയാൽ ഞങ്ങൾ വളഞ്ഞു പോകും, ദുഷിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നടി വാങ്ങിച്ചു തരല്ലേ, നമ്മളെ പ്രശ്നക്കാരനാക്കല്ലേ, നരകത്തിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകരുത് എന്ന് ഓരോ പ്രഭാതത്തിലും ഓരോ മനുഷ്യനോടും തന്റെ നാവിനോട് മറ്റ് അവയവങ്ങൾ ചെന്ന് അവലാതി പറയുമെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ലിസാനൽ മുഅ്മിനി വറാഅ ഖൽബിഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ പുറകിലാണ് എന്ന് പറഞ്ഞാൽ അവിടെയല്ല സ്ഥിതി ചെയ്യുന്നതെന്ന് അർത്ഥമല്ല, ആലങ്കാരികമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. ഓരോ മുഅ്മിനായ മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പുറകിലാണ് എന്ന് പറഞ്ഞാൽ, ഫഇദാ അറാദ അൻ യതകല്ലമ ബിശൈഇൻ തദബ്ബറഹു ബിഖൽബിഹി സുമ്മ അല്ലാഹു ബിലിസാനിഹി, ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അവനിങ്ങനെ ഓർമ്മിച്ചാൽ, ചിന്തിച്ചാൽ അവൻ ആദ്യം എന്ത് ചെയ്യും? അവൻ പെട്ടെന്ന് ഒരു കാര്യം പറയണമെന്ന് അവൻ ആഗ്രഹം തോന്നുമ്പോ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആദ്യം അവന്റെ ഹൃദയത്തോട് ചോദിക്കും, ഞാനിത് പറയണോ വേണ്ടയോ, തെറ്റായി പോകുമോ, അല്ല കുറ്റമായി പോകുമോ, ആക്ഷേപമായി പോകുമോ, അപഹാസ്യമായി പോകുമോ, ഇത് പറയണോ വേണ്ടയോ? അപ്പൊ ഹൃദയം അവന് മെസ്സേജ് കൊടുക്കും, പറയണ്ട, തെറ്റാണ്, അത് പാപമാണ്, പറയണ്ട എന്ന് ഹൃദയം അവനോട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പുറകിലാണ്. ഹൃദയം പറയുന്നതനുസരിച്ചാണ് അവന്റെ നാവ് പ്രവർത്തിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വ ഇന്ന ലിസാനൽ മുനാഫിഖി അമാമ ഖൽബിഹി, ഒരു കപട വിശ്വാസിയുടെ, ധിക്കാരിയുടെ നാവ് എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം അങ്ങ് പറയും, പിന്നെ എന്ത് ചെയ്യും? ചിന്തിക്കും, വേണ്ടായിരുന്നു, പിന്നെ കൈയടിക്കും, എന്താ പറയണ്ടായിരുന്നു, തെറ്റായി പോയി, മോശമായി പോയി, ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതേ അവസ്ഥയാണ് ഒരു കപടവിശ്വാസിയുടെ അവസ്ഥ എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. അവൻ എന്തെങ്കിലും കാര്യം പറയണമെന്ന് തോന്നിയാൽ അപ്പോൾ എന്ത് ചെയ്യും? പറയും. പിന്നീടാണ് എന്ത് ചെയ്തത്? അതിന്റെ ദൂഷ്യങ്ങളും ദോഷങ്ങളും അവൻ ചിന്തിക്കുന്നത് എന്ന് മുനാഫിക്കായ മനുഷ്യൻ അതേ അവസ്ഥയാണ് എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ പറയുമ്പോൾ എന്ത് ചെയ്യാ? മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആദ്യം ചിന്തിക്കുക, പിന്നെ പറയുക.
ആദ്യം പറയുക പിന്നെ ചിന്തിക്കുക എന്നുള്ളത് മുനാഫിക്കായ മനുഷ്യന്റെ അടയാളമാണ് എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നാവ് കൊണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ